പോട്ടിടി പോട്ടെ. എന്ത് പൊന്നെ കരയണ്ട. എന്തേ എന്തേ അമ്മ ടാറ്റ പോണ്ടേ? അമ്മ ചൂടിച്ച് പോയിട്ട് വരാട്ടോ പൊന്നി. പൊന്നു അമ്മ പോയിട്ട് വരട്ടെ. എന്തേ എന്തേടി പോട്ടെ പോട്ടെ അമ്മച്ചി. എന്റെ കുട്ടി ഒതുങ്ങിയിരിക്കണം കേട്ടോ. അമ്മ വൈകുടിച്ച് പോവാണേ. അത് കരയരുത് കേട്ടോ. നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. പൊന്നെ മനസ്സിലായോ? കളിച്ചോട്ടെ എന്റെ കുട്ടി. മമ്മ കഴിച്ചു. മമ്മ കഴിച്ചോ? കരയില്ല അമ്മച്ചി വിഷമാവും. കരയുണ്ടോ? ശരി ടാറ്റ. അവൻ ജനിച്ച പിന്നെയുള്ള ആദ്യത്തെ നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. ഞാൻ അവനോട് പറഞ്ഞിട്ട് പോവാണ്, അമ്മ പോവുകയാണ്, രാത്രി കരയെടുത്തെന്നൊക്കെ പറയാണ്. ഇപ്പം അമ്മയുടെ നിന്ന് എനിക്ക് ചീത്തയും കൊണ്ടു കേട്ടോ. ഈ പോകുന്ന പാട്ടി പോയാൽ പോരെ, കൊച്ചിനെ എന്തിനാണ് കരയിപ്പിക്കണേന്ന്. പക്ഷേ എൻ്റെ ഒരു ഇതനുസരിച്ച് എല്ലാം കുഞ്ഞുങ്ങളോട് പറയുന്നതല്ലേ നല്ലത്. നമ്മൾ പോകുമ്പോൾ അവരോട് പറഞ്ഞിട്ട് പോവുക. ആദ്യത്തെ ദിവസം കരയും, രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ കരയും. പിന്നെ അവർ മനസ്സിലാക്കും അമ്മ ജോലിക്ക് പോവാണ്. നമ്മൾ കാണാതെയൊക്കെ പോകുമ്പോൾ അവർക്ക് വല്ലാത്തൊരു മിസ്സിങ് ഫീൽ ചെയ്യും. അങ്ങനെയാണ് അവർ വല്ലാണ്ട് വാശിയൊക്കെ പിടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മാത്രമല്ല, പലരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പൊതുവേ നൈറ്റ് ഡ്യൂട്ടി ഒരു സങ്കടമുള്ള കാര്യമാണ്. ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടോ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ട്. അപ്പം അച്ഛനാണ് എന്നെ കൊണ്ടുവയ്ക്കാൻ വരുന്നത്. അപ്പോൾ അതിങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇരുട്ടാണ്. ഒരു വിഷമമാണ് നൈറ്റ് ഡ്യൂട്ടി പൊതുവെ. നഴ്സുമാർക്ക് പറയുന്നത് മനസ്സിലാവുമായിരിക്കില്ല. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്കാണെങ്കിൽ കൂടുതൽ വിഷമമായിരിക്കും. ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിലോ അത് ഇരട്ടിയാവും അല്ലേ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അവൻ എന്ത് ചെയ്യും, രാത്രി അവൻ കരയുമോ. ആദ്യമായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നതല്ല രാത്രിയിൽ. രാത്രി മുഴുവനും അവനങ്ങനെ കാണാതിരുന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷനുമായിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് കയറി ചെല്ലുന്നത്. പക്ഷേ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിലെ ടെൻഷനൊന്നും അങ്ങനെ ബാധിക്കാറില്ല കേട്ടോ. ഞാൻ അതിലങ്ങനെ എൻഗേജ്ഡായി പോകുന്നത്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. ഞാൻ എവിടെയാണോ അവിടെ അറ്റ് പ്രസൻ്റാണ് ഞാൻ. അല്ലാതെ ഞാൻ വീട്ടിൽ ആലോചിച്ച് അങ്ങനെ എൻ്റെ ഡ്യൂട്ടി അത് എഫക്റ്റ് ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല. അതെനിക്കൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എത്തി, ഡ്യൂട്ടിക്ക് സമയത്ത് തന്നെ എത്തി, പഞ്ച് ചെയ്തു, അതാ പോയി. അപ്പം എന്താ ശരി, ബൈ.